ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു ബീഫ് കറി റെസിപ്പിയാണ്. സിമ്പിളാണ്, കുക്കറിൽ തയ്യാറാക്കാൻ പറ്റുന്ന, വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ്. സിമ്പിളാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് പറയൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റായിട്ട് നമ്മൾ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. എല്ലാം വരുന്ന ഒരു ടൈപ്പായിട്ടുള്ള ബീഫാണ് എടുത്തത്. എപ്പം നമ്മൾ ബീഫ് കറി വെക്കുമ്പോൾ എല്ലൊക്കെ വരുന്ന പീസൊക്കെ എടുത്താലാണ് കറക്റ്റ് നമ്മൾ ബീഫ് കറിയുടെ രുചി വരിക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിൽ നിന്ന് നന്നായി മസാല പുരട്ടി വെക്കുന്നുണ്ട്. അത് നമ്മുടെ ബീഫ് കറിക്ക് ടേസ്റ്റ് കൂടാൻ സഹായിക്കും. ആദ്യം 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആൻഡ് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല ആൻഡ് 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. എപ്പോൾ നന്നായി നമ്മൾ മസാലകൾ മിക്സ് ചെയ്ത് വെക്കുന്നത് ഏത് റെസിപ്പിയായാലും, ബിരിയാണിക്കായാലും ചിക്കൻ കറിയായാലും ബീഫ് കറിയായാലും നമ്മൾ മസാല പുരട്ടി വെക്കുന്നത് വളരെ നല്ലതാണ്. അത് 10 മിനിറ്റ്സോ 20 മിനിറ്റ്സോ 1 ഹവറോ അത് നമ്മുടെ സമയത്തിനനുസരിച്ച് മാറ്റം വരുത്തിയാൽ നല്ലത്. അപ്പോൾ അതിനുശേഷം 3 പച്ചമുളക്, 1 വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി ആൻഡ് കുറച്ച് കറിവേപ്പില മിക്സ് ചെയ്ത് അരച്ച് വെക്കുക. എന്നിട്ട് അതിനുശേഷം കുക്കറിൽ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ജീരകം പൊട്ടിക്കുക. ജീരകം ഒന്ന് മൂത്ത് കളറ് മാറുമ്പോൾ നമ്മളിപ്പോൾ ജീരകം ഇടുന്നത് വളരെ നല്ലതാണ്. കറിയിൽ ബീഫ് കറിയായാലും ഏത് കറിയായാലും ബീഫ് കറിക്ക് പ്രത്യേകിച്ച് ടേസ്റ്റ് കൂടുന്നതാണ്. 2 സവാള ഇട്ട് വഴറ്റുക. സവാള നന്നായി വഴറ്റണമെന്നില്ല, കാരണം നമ്മൾ കുക്കറിൽ വെക്കുന്നതാണ്. കുക്കറിൽ എന്തായാലും 5-6 വിസിൽ തന്നെ ബീഫിന് വേണം. അപ്പോൾ അതങ്ങ് വാടും. അപ്പോൾ അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില പേസ്റ്റ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നന്നായി തന്നെ മിക്സ് ചെയ്യണം. അതിൻ്റെ പച്ചച്ചുവ മാറുന്നവരെ മിക്സ് ചെയ്ത് 2 തക്കാളി, മീഡിയം സൈസ് തക്കാളി ചേർത്തു അത് മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്താൽ മാത്രം മതി, അതിൻ്റെ വാഴണമൊന്നുമില്ല. അത് കുക്കറിൽ വിസിലങ്ങ് അതങ്ങ് ശരിയാവും. അതിനുശേഷം നമ്മൾ മസാല പുരട്ടി വെച്ച ബീഫ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് സമയം നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ വെക്കണം. കാരണം മസാലപ്പൊടികൾ നമ്മൾ ഡയറക്റ്റ് ഇട്ടതല്ലേ, അതിൻ്റെ പച്ചച്ചുവ മാറാൻ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഒരു 5-6 വിസിൽ വേണ്ടി വരും. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. നമ്മൾ കുക്കറിന് എത്ര വിസിൽ വേണം എന്നനുസരിച്ച് 6-7 വിസിൽ എന്തായാലും വേണം മാക്സിമം. നമ്മൾ അടിപൊളിയായിട്ടുള്ള വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബീഫ് കറി റെഡി. നിങ്ങളെന്താ ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയൂ.